വീണ്ടും തുടങ്ങിയോ? ഏയ് ഒന്നുമില്ല. ടെൻഷനുണ്ടോ സഞ്ജീവന്? ചായ കുടിക്ക്, തണുത്തുപോ. പിന്നെ റിപ്പോർട്ട് എന്താ പറഞ്ഞേ? സിഗരറ്റ് വലിയും കള്ളുകൂടി നിർത്താൻ. ഇപ്പോഴത്തെ സെൻസേഷണൽ സെലിബ്രിറ്റിയാണ്. റൈറ്റർ, ഇൻഫ്ലുവൻസർ, ആളുകളെല്ലാം ഇപ്പോൾ സഞ്ജീവിൻ്റെ പിന്നാലെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ ഇയാളിപ്പോൾ. ഈ എഴുത്തുകാരൻ്റെ ധർമ്മം എന്ന് പറയുന്നതേ നമുക്കെല്ലാം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല, നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അനൈസ്നീൻ പറഞ്ഞതാണ്. ഫ്ലൈ മാൻ, ജസ്റ്റ് സ്പ്രെഡ് യുവർ വിങ്സ് ആൻഡ് ഫ്ലൈ. ഒരു കാലത്ത് സാഹിത്യ ലോകത്തെ മുഴുവൻ കാൽപ്പനികളെയും മാറ്റിമറിച്ച രാധിക നമ്പ്യാരുണ്ടാക്കിയ ഉയരത്തിലെന്ന് എന്തായാലും ഞാൻ പറഞ്ഞെത്തില്ല. അതിനുമുമ്പ് വീഴും, തളരും. അതൊക്കെ അന്നത്തെ ഒരു ഭ്രാന്ത്. എന്നിട്ട് എന്ത് നേടി? പ്രേമം തലയ്ക്ക് പിടിച്ച് ശ്രീകാന്തിനൊപ്പം ഇറങ്ങിപ്പോന്നു. 1 വർഷം അതുകൊണ്ട് ജീവിതം എന്തെന്ന് പഠിച്ചു. പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കോളേജിൽ ബോട്ടണി പ്രൊഫസറായി ഉണ്ടായേനെ ഈ രാധിക നമ്പ്യാർ. രാധിക നമ്മുടെ ചുറ്റും നോക്കി, കുടുംബം, പ്രാരാബ്ദം, കുട്ടികൾ. രാധിക ഇതിൽ പെട്ടുപോയി. താൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഫ്ലൈ. എന്നാലും ഈ സിഗരറ്റും വെള്ളപടിയൊന്നും നിർത്താൻ ഉദ്ദേശമില്ലല്ലേ? ഹെൽത്ത് നോക്കാതെയുള്ള ഈ കൂട്ടത്തിനിടയിൽ കൂടിയാൽ നമ്മളും അങ്ങനെ ആയിപ്പോവും. ആ സമയം മറ്റു പലതും നമ്മൾ മറക്കും. ഈ ജനക്കൂട്ടം ഉണ്ടല്ലോ, എനിക്കൊരു തരം ലഹരി. കാണുന്ന ഏതൊരാളെയും അസൂയപ്പെടുത്തുന്ന ഒരു തരം സെലിബ്രേഷൻ. നിങ്ങൾക്കെപ്പോഴും ചിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ സഞ്ജീവ്. എനിവേ, താങ്ക്സ് ഫോർ ഗിവിംഗ് മീ സച്ച് എ സ്മോൾ സ്മൈൽ. ഒരിക്കൽ കൂടി എഴുതി നോക്കുകയാണ് ഞാൻ എൻ്റെ മാളുവിനെ കുറിച്ച്. അവൾക്ക് 16 വയസ്സായിരുന്നു പ്രായം. അവളുടെ കഥയ്ക്ക് ഇങ്ങനൊരു എൻഡിങ് അതവൾ അർഹിച്ചിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല. ഇനി ഒരിക്കലും എഴുതില്ലെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ എല്ലാ കടിഞ്ഞാണുകളും പൊട്ടിപ്പോവുകയാണ്. ഞാനിതെല്ലാം എഴുതും. ആരും അറിയില്ല, ആർക്കും അറിയേണ്ട ആവശ്യവുമില്ല. ഞാൻ പറഞ്ഞ താങ്ക്സിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് സഞ്ജീവ്. നിങ്ങൾ എന്തിനാണ് എന്നെ തേടി പിടിച്ചു വന്നത്? കഴിഞ്ഞ കുറേ കാലമായി എനിക്ക് വിസിറ്റേഴ്സ് ഒന്നുമില്ലായിരുന്നു. വരണമെന്ന് തോന്നി, കാണണമെന്ന് തോന്നി. മാഡത്തിനുണ്ടായ സഞ്ജീവ്, രാധയ്ക്കുണ്ടായ ലോസ് അതെത്ര മാത്രമാണെന്ന് എനിക്ക് മനസ്സിലാവും. മാളുവായിട്ട് എങ്ങനെയാ? എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. 1-2 തവണ കണ്ടിട്ടുണ്ട്. എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ അതിൽ നിന്നും വിലക്കപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു എഴുതണം. 1-2 തവണ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. വളരെ മനോഹരമായിരുന്നു. പഴയ ഫയർ ബ്രാൻഡ് എഴുത്തുകാരുടെ മകളല്ലേ, അതിൽ കുറച്ചൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. 1 മിനിറ്റ്, 9 മണിക്ക് ടാഗോറിലൊരു പ്രോഗ്രാമുണ്ട്, ഞാനാ ഗസ്റ്റ്. ഓക്കെ, ശരി. ഒരിക്കലും തെളിയാത്ത പേന കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ കഥകൾ എഴുതുന്നത്. എന്നെപ്പോലെ തന്നെ ഈ കഥകളും ലോകമറിയാതെ പോകട്ടെ. എങ്കിലും ഞാൻ എഴുതും, എൻ്റെ സിരകളിലെ രക്തം നിലയ്ക്കും വരെ. എന്താണ്, എങ്ങനെയുണ്ട് പുതിയ പുസ്തകത്തിൻ്റെ റീച്ച്? ലോങ് 8 months, 8 മാസം എടുത്ത് പുതിയ പുസ്തകം എഴുതി തീർക്കാൻ വേണ്ടി. നല്ല റീച്ചുണ്ട്. പഴയകാലത്തെ രാധിക നമ്പ്യാരുടെ കഥകളുടെ പുതിയ വർഷം. കുടുംബങ്ങളുടെ വിരക്തിയും വിരഹവും ദുഃഖവും, അതാണല്ലോ മാർക്കറ്റ്. ഏറ്റവും വലിയ ടോപ്പിക് ലസ്റ്റ്. അതിനല്ലേ ഭയങ്കരമായ റീച്ച്. When our imagination blends in, it becomes a silent killer for the reader. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പൂ വിരിഞ്ഞിരിക്കുന്നു. ഐ എം സോ ഹാപ്പി. ഐ വാണ്ട് ടു സീ യു സഞ്ജീവ് നൗ. നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ? കുറേ നാളായി.
വൈകിട്ട് തിരിച്ചെത്താം. എനിക്ക് സഞ്ജീവിനോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. ഞാൻ റെഡി. എനിക്കിനി എഴുതണം സഞ്ജീവ്. നമ്മുടെ ഈ ട്രാവൽ കഴിഞ്ഞു വന്നാൽ പിന്നെ പറയാതെ പോയ കുറേ കാര്യങ്ങൾ എനിക്ക് എഴുതണം. ഒടുവിലെ ഒലിൻഡർ പൂവിട്ടതുപോലെ എൻ്റെ മനസ്സിലും പുതിയ വസന്തങ്ങൾ പിന്നെയും പൂക്കുകയാണ്. Why would you tell a lie like that? എന്താ? എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ മാളുവിനെ കുറിച്ച്? നിങ്ങൾ തമ്മിൽ കണ്ടു, പിന്നെയും കണ്ടു. രാധിക, I can explain. അവൾ രക്തം വാർന്നു കിടന്നത് 5 മണിക്കൂറാണ്. She was just 16, but still she was carrying. സഞ്ജീവിന് അറിയാമായിരുന്നു ഇത്. ആകാശത്തിലൂടെ സ്വതന്ത്രനായി പറന്നു നടക്കുമ്പോൾ മുന്നിലുള്ള മുഖങ്ങളെല്ലാം സഞ്ജീവിന് പിന്നീട് പെട്ടെന്ന് മറന്നു കളയാൻ. അതിനൊരു പേരും, ഫ്രീ ബേർഡ്. കാർഡിയാക് ഗ്ലൈക്കോസൈറ്റ്സ്, ഹൃദയത്തിലും നാഡീവ്യവസ്ഥയിലുമുള്ള കോശങ്ങളിലെ സോഡിയം പൊട്ടാസ്യം ATPase പമ്പിനെ ഈ കെമിക്കൽസ് എഫക്റ്റ് ചെയ്യും. ഇല, പൂവ്, കായ്, വേര് എല്ലാം ടോക്സിക്കായ ഒരിനം. സഞ്ജീവ് മാളുവിന് സമ്മാനമായിട്ട് കൊടുത്തതാണ്. സഞ്ജീവിനെ പോലെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളെ തീർക്കാൻ ഇത് തന്നെ ധാരാളം. ഒറ്റ നോട്ടത്തിൽ കാർഡിയാക് അറസ്റ്റ്. പ്ലീസ് ഹെൽപ്പ് മീ രാധിക. ഈ ഒലിൻഡറിന് മുന്നിലും പിന്നിലും ഒരു മാളവികയല്ല, ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം സഞ്ജയ്.